നീ ഒരു യഹൂദനാണ്, ഞാനൊരു ശമരിയ സ്ത്രീയാണ്. താണ്ട് ആ കാണുന്ന ഗരീസീം മലയിലാണ് ഞങ്ങളുടെ പിതാക്കന്മാർ ആരാധിച്ചു കൊണ്ടിരുന്നത്. നീ ഇപ്പോൾ വന്നിരിക്കുന്ന ഈ കിണറിന്റെ കര ഞങ്ങളുടെ പൂർവ്വപിതാവായിരിക്കുന്ന യാക്കോബ് പണിതായിരിക്കുന്ന ഉറവയാകുന്നു. ഇവളുടെ ജീവിതത്തിന്റെ കുറവുകളും ബലഹീനതകളും എല്ലാം യേശുവിനോട് പറയുമ്പോൾ തന്നെ അവളുടെ പാരമ്പര്യങ്ങളും കർത്താവിന് മുമ്പാകെ അവൾ അവതരിപ്പിക്കുകയാണ്. കർത്താവ് അതിനെയെല്ലാം കേട്ട് മനസ്സിലാക്കിയതിനു ശേഷം അവളോട് പറയുന്ന ഒരു കാര്യം ഇതാണ്: നീ ഉദ്ദേശിക്കുന്ന പോലെ ഒരു സാധാരണ യഹൂദനല്ല, കേവലം ഒരു പ്രവാചകനല്ല, ഞാൻ കേവലം ഒരു യജമാനനല്ല, നിന്നോട് സംസാരിക്കുന്ന ഞാൻ മശിഹയാണ്. നിന്റെ പിതാക്കന്മാർ ആരാധിച്ച, നമ്മുടെ തലമുറകൾ കാത്തിരുന്ന, ലോകത്തിന് വിമോചകനായിട്ട് വരുമെന്ന് പ്രവാചകന്മാർ പ്രവചിച്ചു വെച്ചിട്ടുള്ള മശിഹയാണ് ഞാൻ. ജീവിതത്തിന്റെ പ്രതീക്ഷകൾ നഷ്ടപ്പെട്ട് താറുമാറായി തരിപ്പണമായി കിടക്കുന്ന അവളുടെ ജീവിതത്തെ നോക്കിയിട്ട് യേശു പറയുകയാണ്: നിന്നോട് സംസാരിക്കുന്ന ഞാൻ നിന്റെ ദൈവമാണ്. നിന്റെ തകർച്ചകളെ പരിഹരിക്കാൻ, നിന്റെ ജീവിതത്തെ പണിതെടുക്കാൻ, നിന്നോട് ഇടപെടാൻ കരുത്തുള്ളവനാണ് ഞാൻ. നീ പറയുന്നു നിന്റെ പക്കൽ പാത്രമില്ല, നിനക്ക് കുടിപ്പാൻ തരാൻ കഴിയുകയില്ല, എന്നോട് സംസാരിക്കാനുള്ള യോഗ്യത നിനക്കില്ലെന്ന് പറയുമ്പോൾ നിന്റെ ഇല്ലായ്മകളെയും അയോഗ്യതകളെയും എല്ലാം മാറ്റിയെടുത്തിട്ട് നിന്നെ ഒരു ചരിത്രമാക്കി തീർക്കാൻ കഴിയുന്നവനാണ് ഞാൻ. യേശു അത് സംസാരിച്ച ഉടനെ തന്നെ അവളുടെ മനസ്സു തുറന്നു, അവളുടെ കണ്ണു തുറന്നു, അവളുടെ ആത്മാവ് ഉണർന്നു. അറിഞ്ഞ സത്യത്തെ കേട്ട പാതി കേൾക്കാത്ത പാതി അവൾ ശമരിയ പട്ടണത്തിൽ ചെന്ന് പറഞ്ഞെന്നാണ് വായിക്കുന്നത്. ദൈവത്തെ കുറിച്ചുള്ള വെളിപ്പാട് നിങ്ങൾക്ക് ആത്മാർത്ഥമായിട്ട് ഉണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾ അടങ്ങിയിരിക്കുകയില്ലല്ലോ. ആരാധിക്കാനായിട്ടാണ് വന്നത് എന്നൊരു ബോധമുണ്ടെങ്കിൽ ആരാധിക്കാതിരിക്കില്ലല്ലോ. പ്രാർത്ഥനയാണ് ഇപ്പോൾ പ്രശ്നത്തിന് പരിഹാരമെന്ന് വെളിപ്പാട് ലഭിക്കപ്പെട്ടവർ പ്രാർത്ഥിക്കാതിരിക്കില്ലല്ലോ. നമുക്ക് ലഭിക്കപ്പെടുന്ന വെളിപ്പാടാണ് നമ്മുടെ ജീവിതത്തിന്റെ അനുഗ്രഹം. വചനത്തെക്കുറിച്ചുള്ള വെളിപ്പാട് നമുക്കുണ്ടാകണം, വചനത്തെക്കുറിച്ചുള്ള തിരിച്ചറിവുകൾ നമുക്കുണ്ടാകണം. യേശു ദൈവമാണ് എന്ന് നമ്മൾ പറയുമ്പോൾ തന്നെ ആ ദൈവത്തെക്കുറിച്ച് വാതോരാതെ പറയാൻ നമ്മൾ സന്നദ്ധരാകണം.